നെക്സ്റ്റ് ഈസ് കൊമേഴ്സ്. നമ്മൾ ബിസിനസ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ആയിട്ടാണല്ലോ ഡിവൈഡ് ചെയ്തത്. നമ്മൾ ഇൻഡസ്ട്രി എന്താന്ന് പറഞ്ഞു, ഇനി കൊമേഴ്സ് എന്താണെന്നുള്ളത് പഠിക്കാം. കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ സം ഓഫ് ഓൾ പ്രോസസ്സസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ ദ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ദ പ്രൊഡ്യൂസേഴ്സ് ടു കസ്റ്റമേഴ്സ്. ആരാണ് പ്രൊഡ്യൂസർ, ആരാണ് കൺസ്യൂമർ? പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ഉണ്ടാക്കുന്ന ആൾ അല്ലെങ്കിൽ നമുക്ക് തരുന്ന ആളിനെയാണ് പ്രൊഡ്യൂസർ എന്ന് പറയാ. കൺസ്യൂമർ എന്ന് പറയുമ്പോൾ അത് കൈപ്പറ്റുന്ന ആൾ, അത് ആരാണോ യൂസ് ചെയ്യുന്നത്, ആർക്കാണോ അതിന്റെ ആവശ്യം, അവരെയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. അപ്പം ഈ പ്രൊഡ്യൂസറിൽ നിന്നും കൺസ്യൂമറിലോട്ട് എത്തുന്ന വരെയുള്ള എല്ലാ പ്രോസസ്സും സമ്മപ്പ് ചെയ്തിട്ട് എന്താ നമ്മൾ പറയാ, അതിനെ കൊമേഴ്സ് എന്നാണ് പറയാ. സോ ടോട്ടൽ സം ഓഫ് ഓൾ പ്രോസസ്സസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ ദ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ദ പ്രൊഡ്യൂസർ ടു കസ്റ്റമർ. കസ്റ്റമർ അല്ലെങ്കിൽ കൺസ്യൂമർ എന്താണ് പറയുന്നത്, കൊമേഴ്സ് എന്നാണ് പറയുന്നത്. ഈ കൊമേഴ്സ് നമ്മൾ ഫർദർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രേഡ് ആൻഡ് ഓക്സിലറീസ് ടു ട്രേഡ്. നമുക്ക് ട്രേഡ് എന്താ, ഓക്സിലറീസ് ടു ട്രേഡ് എന്താന്നൊക്കെ പഠിക്കാം. സോ ട്രേഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട്, ട്രേഡ് ഈസ് എ സെൻട്രൽ പാർട്ട് ഓഫ് കൊമേഴ്സ്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഈസ് ടേംഡ് ആസ് ട്രേഡ്. സിമ്പിൾ അല്ലേ? ഞാൻ പറഞ്ഞേ, ട്രേഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഈസ് ടേംഡ് ആസ് ട്രേഡ്. ദോസ് ഹു എൻഗേജ് ഇൻ ട്രേഡ് ആർ കോൾഡ് ട്രേഡേഴ്സ്. അത് ചെയ്യുന്ന ആൾക്കാരെ എന്താ പറയുന്നത്, ട്രേഡേഴ്സ്. ബൈയിങ്ങും സെല്ലിംഗും ഒക്കെ ചെയ്യുന്നവരെ എന്താ പറയുന്നത്, ട്രേഡേഴ്സ്. സെറ്റ് അല്ലേ? എളുപ്പല്ലേ? ഇനി ഈ ട്രേഡിനെ തന്നെ നമ്മൾ ഇന്റേണൽ ട്രേഡ് ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ് ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇന്റേണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എന്താണ് മക്കളെ ഇന്റേണൽ, എന്താണ് എക്സ്റ്റേണൽ. ഇന്റേണൽ പറഞ്ഞാൽ വിത്തിൻ, ഉള്ളിൽ എന്നൊക്കെ അർത്ഥം വരുന്നത്. എക്സ്റ്റേണൽ പറഞ്ഞാൽ പുറത്ത് എന്നൊക്കെ അർത്ഥം വരുന്നല്ലേ. അങ്ങനെ ആലോചിച്ച് നോക്കിയേ. ഇന്റേണൽ ട്രേഡ് പറയുമ്പോൾ വിത്തിൻ കൺട്രി. വിത്തിൻ കൺട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ കൺട്രി ഏതാ, ഇന്ത്യ. ഇന്ത്യ ഈസ് അവർ കൺട്രി. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് വിത്തിൻ ദ കൺട്രി ആൻഡ് ബോത്ത് ദ ബയർ ആൻഡ് സെല്ലർ ഷുഡ് ബിലോങ് ടു ദ സെയിം നേഷൻ. ബയ്യറും സെല്ലറും നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ആൾക്കാരായിരിക്കണം. ആ ട്രേഡ് നടക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആയിരിക്കണം എങ്കിൽ അതിന് എന്താ പറയുന്നത്, ഇന്റേണൽ ട്രേഡ് എന്നാണ് പറയുന്നത്. ഈ ഇന്റേണൽ ട്രേഡിനെ രണ്ടായിട്ട് വേണ്ടി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹോൾസെയിൽ ട്രേഡ് ആൻഡ് റീറ്റെയിൽ ട്രേഡ്. ഹോൾസെയിൽ, റീറ്റെയിൽ നിങ്ങൾ കേട്ടിട്ട് പരിചയം ഉണ്ടാവാൻ സാധ്യതയുള്ള ടേംസ് ആണ്. ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ ഹോൾസെയിൽ, അങ്ങനെ ആലോചിച്ചാ ഹോൾസെയിൽ. ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ ലാർജ് ക്വാണ്ടിറ്റിയിൽ സെയിൽ ചെയ്യുന്നതിനെയാണ് ബൈയിങ് ആൻഡ് സെല്ലിങ്. സെയിൽ ചെയ്യുന്നത് മാത്രമല്ല ബൈ ചെയ്യുന്നതിനും ഹോൾസെയിൽ എന്ന് പറയും കേട്ടോ. ബൈയിങ് ആൻഡ് സെല്ലിങ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്, വലിയ ക്വാണ്ടിറ്റീസിൽ വാങ്ങുന്നതിനാണ്, അതാണ് ഹോൾസെയിൽ ട്രേഡ് എന്ന് പറയുന്നത്. അങ്ങനെ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും എന്താ പറയുന്നത്, ഹോൾസെയിൽ ട്രേഡ് എന്നാണ് പറയുന്നത്. മീൻവെൽ റീറ്റെയിൽ ട്രേഡ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, സ്മോൾ ക്വാണ്ടിറ്റീസിൽ. നമ്മളിപ്പോ ഞാനിപ്പോ കടയിൽ പോയിട്ട് ഒരു പേന വാങ്ങിയ അത് ഹോൾസെയിൽ ആണോ റീറ്റെയിൽ ആണോ, റീറ്റെയിൽ ആണ്. നമ്മൾ വളരെ സ്മോൾ ക്വാണ്ടിറ്റിയിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം വാങ്ങി. മീൻവെൽ എനിക്ക് പേന കച്ചവടം നടത്താനുള്ളൊരു, ഞാൻ ഹോൾസെയിൽ ആയിട്ട് വാങ്ങുന്ന, ഒരുപാട് ബൾക്കായിട്ട് വാങ്ങിയിട്ട് വേറൊരാൾക്ക് വിൽക്കുകയാണ്. അപ്പൊ ഞാൻ ബൾക്കായിട്ട് വാങ്ങുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഹോൾസെയിൽ ട്രേഡ്. ഓക്കെ, അപ്പൊ ഹോൾസെയിൽ ട്രേഡും റീറ്റെയിൽ ട്രേഡും മനസ്സിലായില്ലേ? ഈ എക്സ്റ്റേണൽ ട്രേഡ് എന്താ, എക്സ്റ്റേണൽ ട്രേഡ് ഇന്റേണൽ ട്രേഡിന് നേരെ ഓപ്പോസിറ്റ്. ഇത് വിത്തിൻ കൺട്രി ആയിരിക്കില്ല. It involves buying and selling of goods and services in between the persons belonging to two or more countries. ഈ എക്സ്റ്റേണൽ ട്രേഡ് വിത്തിൻ നമ്മുടെ ഇന്ത്യയിലായിരിക്കില്ല. ആ രണ്ട് പേഴ്സൺ ഒരു വേറെ കൺട്രിയിലായിരിക്കും, അല്ലെങ്കിൽ ടു ഓർ മോർ കൺട്രിയിൽ നടത്തുന്ന ട്രേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്റ്റേണൽ ട്രേഡ്. അത് വിത്തിൻ കൺട്രി ആയിരിക്കില്ല, ഔട്ട്സൈഡ് ഇന്ത്യ, ഔട്ട്സൈഡ് അവർ കൺട്രി ആയിരിക്കും എക്സ്റ്റേണൽ ട്രേഡ് നടക്കുന്നത്. അപ്പൊ ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഇതൊക്കെ എന്തിൽ പെടുന്നതാ, എക്സ്റ്റേണൽ ട്രേഡിൽ പെടുന്നതാ. കാരണം ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ കയറ്റി അയക്കുക, എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറക്കുമതി. ഇതൊക്കെ എന്താന്ന് പറയുന്നുണ്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ടു ഫോറിൻ കൺട്രി. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് കയറ്റി അയക്കുകയാണ്, സെയിൽ ചെയ്യാണ് വേറെ കൺട്രിയിലോട്ട്, ഫോറിൻ കൺട്രിയിലോട്ട് സെയിൽ ചെയ്യാണ്, വിൽക്കുകയാണ്. അതിനെ എക്സ്പോർട്ട് എന്നാണ് പറയാം. ഇനി ഇമ്പോർട്ടിലോട്ട് വരുമ്പോൾ പർച്ചേസ് ചെയ്യാണ്, നമ്മൾ ഇറക്കുകയാണ് നമ്മുടെ നാട്ടിലോട്ട്, വാങ്ങുകയാണ് വേറെ കൺട്രിയിൽ നിന്നും. അപ്പൊ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ഫോറിൻ കൺട്രിന്ന് എന്താ പറയാ, ഇമ്പോർട്ട് എന്നാണ് പറയാ. ഇനി എയർപോർട്ട് എന്ന് പറയുമ്പോൾ ഇത് രണ്ടിന്റെയും കൂടെ ഒരു മിക്സ്ചർ ആണ്. ഇമ്പോർട്ടിംഗ് ഗുഡ്സ് ഫ്രം വൺ കൺട്രി ഫോർ ദ പർപ്പസ് ഓഫ് എക്സ്പോർട്ടിംഗ് ദം ടു സം അതർ കൺട്രി. വേറൊരു കൺട്രിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ട് അത് വേറൊരു കൺട്രിയിലോട്ട് വിൽക്കാം. അതിനാണ് എയർപോർട്ട് എന്ന് പറയുന്നത്. എളുപ്പല്ലേ? സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന 3 ടേംസ് ആണ് കേട്ടോ. നമ്മള് ഇന്റേണൽ ട്രേഡ് എന്താന്ന് പഠിച്ചു, എക്സ്റ്റേണൽ ട്രേഡ് എന്താന്ന് പഠിച്ചു, അതിന്റെ സബൊക്കെ പഠിച്ചു. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ഓഫ് ദി ചാപ്റ്റർ, എയ്ഡ്സ് ഓർ ഓക്സിലറീസ് ടു ട്രേഡ്. നമ്മൾ പറഞ്ഞു
കൊമേഴ്സിനെ ട്രേഡ് ആയിട്ടും ഓക്സിലറീസ് ട്രേഡ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ട്രേഡ് എന്താന്ന് പറഞ്ഞു, അതിന്റെ ഡിവിഷൻസ് ഒക്കെ പഠിച്ചു. ഇനി എന്താണ് ഓക്സിലറീസ് ട്രേഡ്? ഓക്സിലറീസ് ട്രേഡ് എന്ന് പറയുമ്പോൾ ഒരു സപ്പോർട്ടിങ്, ട്രേഡിന് സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഓക്സിലറീസ് ടു ട്രേഡിൽ പഠിക്കാൻ പോകുന്നത്. Activities which are meant for assisting trade are known as auxiliaries to trade. As I said, these activities are generally referred to as services because these are in the nature of facilitating the activity relating to industry and trade. ഈ ഓക്സിലറീസ് ടു ട്രേഡ് എല്ലാം സർവീസ് നേച്ചറിലാണ്, അതൊരു സേവനത്തിന്റെ നേച്ചറിലാണ് ഇരിക്കുന്നത്. അതൊരു ഗുഡ് അല്ല കേട്ടോ. ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുമ്പോൾ അതൊരു ഗുഡ്സിന്റെ നേച്ചറിലല്ല, അത് സർവീസിന്റെ നേച്ചറിലാണ് അതിരിക്കുന്നത്. കാരണം അത് നമ്മൾ ട്രേഡിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അസിസ്റ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാന്ന് നോക്കാം. സ്റ്റാർട്ടിങ് വിത്ത് 1, ട്രാൻസ്പോർട്ട്. പ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ എ പെർട്ടിക്കുലർ ലൊക്കേഷൻ. നമുക്കറിയാം, നമ്മുടെ ഒരു സാധനം ഏതെങ്കിലും ഒരു ലൊക്കേഷൻ, നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം വേണമെങ്കിൽ, ഞാൻ പാലക്കാടാണ്, അത് വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കോഴിക്കോടായിരിക്കും. അപ്പൊ അതെങ്ങനെ എനിക്ക് എത്താം? ട്രാൻസ്പോർട്ടേഷൻ ഈസ് ദ കീ അല്ലെ. അപ്പൊ പ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ പെർട്ടിക്കുലർ ലൊക്കേഷൻ ബട്ട് ആർ റിക്വയർഡ് ഫോർ കൺസംഷൻ ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി കൺട്രി. അത് വിത്തിൻ സ്റ്റേറ്റ് ആണോ? അല്ല, ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി കൺട്രി. നമ്മുടെ ഇന്ത്യന്റെ ഡിഫറെന്റ് പാർട്സിലും അതിന്റെ കൺസംഷൻ ആവശ്യം വരും അല്ലെ. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്താ? ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ട് ത്രൂ റോഡ്, റെയിൽ ഓർ കോസ്റ്റൽ ഷിപ്പിംഗ്. റോഡ് വഴി അല്ലെങ്കിൽ ട്രെയിൻ വഴി അല്ലെങ്കിൽ ഷിപ്പ് വഴിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ ട്രാൻസ്പോർട്ടേഷൻ നടത്തും. റിമൂവ്സ് ദ ഹിൻഡ്രൻസ്. ഈ ഓക്സിലറീസ് ട്രേഡിൽ ഓരോ പോയിന്റ്സ് പറയുമ്പോഴും ഇങ്ങനൊരു സംഭവം വരും. ഇത് എന്തായാലും എക്സാമിന് എന്തൊക്കെ മറന്നാലും ഇത് എഴുതാൻ മറക്കരുത്. ഇത് എഴുതിയ മാർക്ക് കിട്ടും, എന്തായാലും കിട്ടിയിരിക്കും. അപ്പൊ ട്രാൻസ്പോർട്ട് എന്തിന്റെ ഹിൻഡ്രൻസ്? ഹിൻഡ്രൻസ് പറയുമ്പോൾ തടസ്സം എന്നുള്ള അർത്ഥം വരുന്നൊരു കാര്യമാണ് കേട്ടോ, തടസ്സം. അപ്പോ പ്ലേസ് എന്നുള്ളൊരു കാര്യത്തിന്റെ, ഒരു ഫാക്ടറിന്റെ തടസ്സം റിമൂവ് ചെയ്യുന്നത് എന്താ? ട്രാൻസ്പോർട്ട് അല്ലെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ സ്ഥലത്തിന്റെ ഉണ്ടാക്കുന്നത് വേറെ സ്ഥലത്ത്, ആവശ്യക്കാർ വേറെ സ്ഥലത്ത് എന്നുള്ളൊരു കാര്യം റിമൂവ് ചെയ്യുന്ന, ആ ഒരു തടസ്സം റിമൂവ് ചെയ്യുന്നത് ആരാ? ട്രാൻസ്പോർട്ടേഷൻ അല്ലെ. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ഈസ് ദ ഫസ്റ്റ് ഓക്സിലറീസ് ടു ട്രേഡ്. സെറ്റ് അല്ലേ? നെക്സ്റ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തെയാണ് കമ്മ്യൂണിക്കേഷൻ. എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ എമോങ് പ്രൊഡ്യൂസേഴ്സ്, ട്രേഡേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓരോ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന ആളും ട്രേഡേഴ്സും കൺസ്യൂമേഴ്സ്, അത് വാങ്ങുന്ന ആളൊക്കെ എന്ത് ചെയ്യണം? അത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എൻഷുവേഴ്സ് സ്മൂത്ത് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. ഒരു സാധനത്തിനെ പറ്റി, അതിന്റെ വില, അതിന്റെ ക്വാളിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ. അപ്പം എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എൻഷുവേഴ്സ് സ്മൂത്ത് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത്. ഇത് എന്തിന്റെ തടസ്സമാണ് നീക്കുന്നത്? റിമൂവ്സ് ഹിൻഡ്രൻസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. ഒരാൾക്ക് അറിയുന്ന കാര്യം മറ്റൊരാൾക്ക് അറിയുന്നതിലൂടെ അത് റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് ഇൻഫർമേഷൻ. തേർഡ് ഓക്സിലറി ടു ട്രേഡ് ഈസ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. ഒരു ബിസിനസ് നടത്തണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? ഫണ്ട് ആവശ്യമാണ് അല്ലെ, മണി ആവശ്യമാണ്. ആ ഒരു ഹിൻഡ്രൻസ് റിമൂവ് ചെയ്യുന്നത് ആരാ? ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ആണ്. കാരണം ബിസിനസ് ആക്ടിവിറ്റീസ് cannot be undertaken unless funds are available. അപ്പോ നെസസറി ഫണ്ട്സ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ബാങ്കിൽ നിന്ന് നമുക്ക് നെസസറി ഫണ്ട് ലോൺ എടുക്കാല്ലേ, നമുക്ക് ബിസിനസ് ലോൺസ് ഒക്കെ എടുക്കാം. അപ്പം അതിലൂടെ നമുക്ക് ആ ഒരു ഹിൻഡ്രൻസ് ആരാണ് മാറ്റിത്തരുന്നത്? ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ആണ്. സോ ഇവിടെ നമ്മൾ എഴുതേണ്ട പോയിന്റ് എന്താ? റിമൂവ്സ് ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ്. മണി ആവശ്യങ്ങളൊക്കെ തീർക്കുന്നത് ആരാ? ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്ന ഓക്സിലറി ടു ട്രേഡ് ആണ്. നെക്സ്റ്റ് ഫോർത്ത് വൺ. അപ്പൊ തേർഡ് വൺ സെറ്റായി. ഇനി ഫോർത്ത് വൺ ആണ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് നമ്മൾ എന്തിനാണ് എടുക്കുന്നത്? ഒരു ബിസിനസ്സിനൊക്കെ വളരെ, ഒരു കമ്പനി നടത്തിക്കൊണ്ടു പോവുകയാണെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്? ഇൻഷുറൻസ് എന്ന് പറയുന്നത്. കാരണം എന്താ? അവിടെയുള്ള മെഷീനറീസ് ആയാലും മനുഷ്യന്മാരായാലും എന്തായാലും ഇവരൊക്കെ ഇൻഷുർ ചെയ്തിട്ടുണ്ടാവണം, അവരുടെയൊക്കെ മേലെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവണം. കാരണം എപ്പോഴാണ് ഒരു ആക്സിഡന്റ് സംഭവിക്കുക, ഒരു അപകടം സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഒരു മോണിറ്ററി ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഫാക്ടറി, ബിൽഡിംഗ്, മിഷനറി, ഫർണിച്ചർ ആൻഡ് ഈവൻ എംപ്ലോയീസ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ് എഗെയിൻസ്റ്റ് റിസ്ക്. റിസ്ക് പറഞ്ഞ എന്താ? വേണമെങ്കിൽ ഒരു തീപിടുത്തം നടക്കാം, ഒരു ഫ്ലഡ് വന്ന ബിസിനസ് ഒന്നായിട്ട് നാശമായി പോവാം. അങ്ങനെ പലതരം നമ്മൾ വിചാരിക്കാത്ത കെലാമിറ്റീസ് അല്ലെങ്കിൽ റിസ്ക് വന്നിട്ട് നമുക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കാം അല്ലെ. വേണമെങ്കിൽ ഒരു എംപ്ലോയിന് പെട്ടെന്ന് ഒരു അപകടം പറ്റാം, ഒരു കാർ ആക്സിഡന്റ്, അങ്ങനെയൊക്കെ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇൻഷുറൻസ് കിട്ടും. അപ്പൊ ഇൻഷുറൻസ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ഇൻ ഓൾ സച്ച് കേസസ്.
അപ്പൊ ഇത് ഇറ്റ് റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് റിസ്ക്. റിസ്ക് എന്നുള്ള ഹിൻഡ്രൻസ്, ആ ഒരു തടസ്സം റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? ഈ അപകടം റിമൂവ് ചെയ്യാനായിട്ട്. ആ അപകടം കാരണം, അങ്ങനെ ഒരു ഇൻസിഡന്റ് കാരണം, ഒരു റിസ്ക് കാരണം നമുക്ക് വന്നിട്ടുള്ള മോണിറ്ററി ആയിട്ടുള്ള ചെലവുകളൊക്കെ കവർ ചെയ്യാൻ എന്ത് ഹെൽപ്പ് ചെയ്യും? ഇൻഷുറൻസ് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇൻഷുറൻസ് ഈസ് ദ ഫോർത്ത് ഓക്സിലറി ടു ട്രേഡ്. സെറ്റിലടാ? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഫിഫ്ത്ത് ഓക്സിലറി ടു ട്രേഡ് ആണ് വെയർ ഹൗസിങ്. ഞാൻ പറഞ്ഞു, ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ തന്നെ അതിന്റെ കൺസംഷൻ നടക്കില്ല, അത് കൺസ്യൂം ചെയ്യുന്ന അപ്പൊ തന്നെ നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സ്റ്റോർ ചെയ്ത് ആവശ്യമുള്ള സമയത്ത് എടുക്കാൻ പറ്റുന്ന തക്കത്തിൽ അത് എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്ത് വെക്കണം. അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ആ റൂമുകൾക്ക് എന്താ പറയാ? അങ്ങനെ ഒരു സ്ഥലത്തിന് എന്താ പറയാ? വെയർ ഹൗസ് എന്നാണ് നമ്മൾ പറയാ കേട്ടോ. സോ ഗുഡ്സ് ആർ നോട്ട് സോൾഡ് ഓർ കൺസ്യൂംഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പ്രൊഡക്ഷൻ. They are held in stock to make them available as and when required. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കുന്ന രീതിയിൽ അതിനെ സ്റ്റോർ ചെയ്ത് ഒരു സ്റ്റോക്ക് ആയിട്ട് സൂക്ഷിക്കും എന്നാണ് പറയുന്നത്. Warehousing helps business firms to overcome the problem of storage and facilitates the availability of goods when needed. ഞാൻ പറഞ്ഞത് അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് എന്തിന്റെ ഹിൻഡ്രൻസ് ആണ് റിമൂവ് ചെയ്യുക? ഹിൻഡ്രൻസ് ഓഫ് ടൈം. ടൈം എന്ന് അതെന്താ അങ്ങനെ പറയുന്നത്? ഹിൻഡ്രൻസ് ഓഫ് ടൈം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് പറയുന്നത്. കൺസ്യൂം ചെയ്യുന്നതും പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡിഫറെന്റ് ടൈമിലായിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ വരുന്ന ആ ഒരു സമയം, ആ ഒരു സമയത്തിന് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആരാണ്? വെയർ ഹൗസിംഗ് എന്ന ഓക്സിലറി ടു ട്രേഡ് ആണ്. ഓക്കെ അല്ലടാ? ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ സിക്സ്ത് ഓക്സിലറി ടു ട്രേഡ് അഡ്വർടൈസിങ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യമായിരിക്കും അഡ്വർടൈസിങ് എന്നുള്ളത്. ആൾക്കാരിലോട്ട് ഒരു സാധനം എത്തിക്കുക, അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ളത് അവരെ അറിയിക്കുക. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്താ? അഡ്വർടൈസിങ് ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിവൈസസ് ഓഫ് പ്രൊമോട്ടിംഗ് സെയിൽസ്. ഇത് ആറാമത്തെയാണ് കേട്ടോ. ഇത് അഞ്ചാമത്തെയാണ്. നമ്പർ പറയപ്പെടാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിവൈസസ് ഫോർ പ്രൊമോട്ടിംഗ് സെയിൽസ്. Providing required information about the product to the consumers, inducing them to buy. Inducing അവനെ വീഴ്ത്തണം നമ്മളല്ലേ. ഒരു സാധനത്തിനെ പറ്റിയിട്ടുള്ള അതിന് ഇൻഫർമേഷൻസ് മുഴുവൻ കൊടുത്ത്, ഇല്ലാത്ത ഇൻഫർമേഷൻസ് ചിലപ്പോൾ കൊടുക്കും. അങ്ങനെയൊക്കെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്തിട്ട് ഒരു സാധനം വാങ്ങിപ്പിക്കുന്നതിന് എന്ത് പറയുന്നത്? അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. അപ്പൊ അത് റിമൂവ് ചെയ്ത് എന്താ? റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് നോളജ്. നോളജ് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ളത് അവരുടെ അറിവിലോട്ട് എത്തിക്കുകയാണ്. ആ ഒരു സാധനത്തിന്റെ ക്വാളിറ്റി എന്താ? മറ്റു സാധനങ്ങളിൽ നിന്നും അതിനെ എന്തുകൊണ്ടാണ് വ്യത്യസ്തപ്പെടുത്തുന്നത്? എന്തൊക്കെയാണ് ആ ഒരു ഐറ്റത്തിന്റെ ഉപയോഗങ്ങൾ? അങ്ങനെയുള്ള പല പല നോളജ് നമുക്ക് എന്തിലൂടെ കിട്ടും? അഡ്വർടൈസിംഗിലൂടെ കിട്ടും. ഹെൻസ് ഇറ്റ് റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് നോളജ്. അങ്ങനെ നമ്മൾ 6 ഓക്സിലറീസ് ടു ട്രേഡ് പഠിച്ചു അല്ലെ? ഏതൊക്കെയാണ്? ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. ട്രാൻസ്പോർട്ട് പഠിച്ചു, റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്. Communication പഠിച്ചു, removes the hindrance of exchange of information. Banking and finance removes the hindrance of finance. Insurance removes the hindrance of risk. Fifth one, warehousing removes the hindrance of time. And sixth one, removes the hindrance of knowledge. Okay. Next ആണ് നമ്മൾ objectives of business എന്നാണ് പഠിക്കാൻ പോകുന്നത്. As we discussed, characteristics already നമ്മൾ പറഞ്ഞതാണ്. ക്യാരക്ടറിസ്റ്റിക്സും ഒബ്ജക്റ്റീവ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തല്ലേ. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിന്റെ ലക്ഷ്യങ്ങളെ പറ്റിയിട്ടാണ് ഒബ്ജക്റ്റീവ്സ് ഡിസ്കസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈസിയാണ്. മാർക്കറ്റ് സ്റ്റാൻഡിങ് ഒന്നാമത്തെയാണ്. മാർക്കറ്റ് സ്റ്റാൻഡിങ്. മാർക്കറ്റ് സ്റ്റാൻഡിങ് എന്ന മാർക്കറ്റിൽ നിൽക്കുക അല്ല, മാർക്കറ്റിൽ നിലനിൽക്കുക. എന്താണ് മാർക്കറ്റിൽ നിലനിൽക്കുക എന്ന് പറയുന്നത്? നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഒരു മാർക്കറ്റിലോട്ട് ഇറക്കുകയാണ്, ആൾക്കാരിലോട്ട് ഇറക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നിലനിന്ന് പോകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ? കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ, ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അപ്പോൾ മാർക്കറ്റ് സ്റ്റാൻഡിങ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ്. മാർക്കറ്റിൽ നിലനിൽക്കുക, നമ്മൾ തുടർന്ന് കൊണ്ടുപോകുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബിസിനസ് തുടർന്ന് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ് ഈസ് ഇന്നോവേഷൻ. എല്ലാവരും ചെയ്യുന്ന അതേ കാര്യം നമ്മളും ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ഉണ്ടാവോ? ആൾക്കാരെ ശ്രദ്ധിക്കുക നമ്മൾ? ഇല്ല. ഇന്നോവേഷൻ, നമ്മൾ പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരണം, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരണം. എന്നാലാണ് ആൾക്കാർ നമ്മുടെ ബിസിനസ്സിലോട്ട് അട്രാക്ട് ആവുള്ളൂ, നമ്മുടെ ആ സാധനത്തിലോട്ട്, നമ്മുടെ സർവീസിലോട്ട്, നമ്മുടെ ഗുഡ്സിലോട്ട് അട്രാക്റ്റഡ് ആവണം. അപ്പൊ ഇന്നോവേഷൻ ഈസ് എ വെരി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ്.
നെക്സ്റ്റ് ഈസ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് മീൻസ് മെഷറിംഗ് എഫിഷ്യൻസി. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്കാർസ് റിസോഴ്സസിൽ നിന്നും നമ്മൾ ബെസ്റ്റ് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് വേണ്ട സാധനം പ്രൊഡക്റ്റീവ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് ആണ്. നെക്സ്റ്റ് ഈസ് ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ബിസിനസിന് പല ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആവശ്യമുണ്ട്. ഫിനാൻഷ്യൽ റിസോഴ്സസിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബാങ്കിങ് ആൻഡ് ഫിനാൻസിൽ ഓക്സിലറി ട്രേഡ് ആണ്. എന്താണ് നമുക്ക് ഫിനാൻഷ്യൽ റിസോഴ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മണിയാണ്, ഫണ്ട്സ് ആണ് കേട്ടോ. ബിസിനസിന് ആവശ്യമായിട്ടുള്ള ഫണ്ടിനെയാണ് പറയുന്നത്. ഫിസിക്കൽ റിസോഴ്സസ് പറയുമ്പോൾ ലൈക്ക് മെഷീനറി, ഫർണിച്ചർ, അങ്ങനെയുള്ള അസറ്റ്, അങ്ങനെയുള്ള റിസോഴ്സസിനെയാണ്, ഫിസിക്കൽ ആയിട്ടുള്ള റിസോഴ്സസിനെയാണ് ഫിസിക്കൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഏർണിംഗ് പ്രോഫിറ്റ്. ഓഫ് കോഴ്സ് വി നോ ഏർണിംഗ് പ്രോഫിറ്റ്. ബിസിനസിന്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നാണ്. അടുത്തത് മാനേജേഴ്സ് പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെന്റ്. ഒരു നല്ല മാനേജർ, ആ ഒരു ബിസിനസ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ആള്, മാനേജറിന്റെ സ്വഭാവം, ആളുടെ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്, ആള് മറ്റുള്ളവരോട് എങ്ങനെയാണ്, അങ്ങനെ മാനേജേഴ്സ് പെർഫോമൻസ്, ആള് അത് മാത്രമാണോ, ആളുടെ പെർഫോമൻസ് എങ്ങനെയാണ്, ആൾ എങ്ങനെയാണ് അത് നിലനിർത്തി കൊണ്ടുപോകുന്നത് എന്നൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. എന്തില്? ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. അതുപോലെ തന്നെയാണ് വർക്കേഴ്സ് പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെന്റ്. അവർ എങ്ങനെയാണ് ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നത്, അവരുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ബിസിനസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. നെക്സ്റ്റ് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? ഒരു ബിസിനസ് സമൂഹത്തിലോട്ട് ലയബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? ഫോർ ദി സൊസൈറ്റി. നമ്മൾ സൊസൈറ്റിനെ ലൈക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമറിന് റിവ്യൂ എടുക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ആസ് എ ബിസിനസ് നമ്മൾ സൊസൈറ്റിയിലോട് ഒബ്ലിഗ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? ഇതൊക്കെ ഇതിൽ പെടും, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ പെടും. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒന്നും കീപ്പ് ചെയ്യാത്ത ഒരു ബിസിനസ് മാർക്കറ്റിൽ ഒരുപാട് കാലം നിന്ന് പോവില്ല. അപ്പൊ മാർക്കറ്റ് സ്റ്റാൻഡിങ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ലാണ്ട് നോട്ട് പോസിബിൾ. അപ്പം ഇത്രയും ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ബിസിനസ്സിൽ പഠിച്ചത്. പഠിച്ചില്ലേ? സെറ്റല്ലേ? പോയിന്റ്സ് ഓർത്ത് വെക്കുക. ഞാൻ പറയാണ്, ബിസിനസ് സ്റ്റഡീസിന്റെ തിയറി പഠിക്കുമ്പോൾ, പോയിന്റ്സ് പഠിക്കുമ്പോൾ എസ്പെഷ്യലി നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുമ്പോൾ ആദ്യം പോയിന്റ്സ് മനസ്സിലാക്കുക. എന്താണ് ആ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാണ്ട് എല്ലാം കാണാപ്പാഠം പഠിച്ചു പോകാൻ ഞാൻ ഒരിക്കലും പറയില്ല. ആ പോയിന്റ്സ് പഠിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ എക്സാമിന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അത് വരും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ബിസിനസ് റിസ്ക്. നമ്മൾ നെക്സ്റ്റ് ബിഗ് ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ബിസിനസ് റിസ്ക്. എന്താണ് ബിസിനസ് റിസ്ക്? റിസ്ക് മീൻസ് ദ പോസിബിലിറ്റി ഓഫ് ലോസ്. ബിസിനസ്സിലെ റിസ്ക് പറഞ്ഞാൽ എന്താ? പോസിബിലിറ്റി ഓഫ് ലോസ്. ലോസ് വരാനുള്ള സാധ്യത. പ്രോഫിറ്റ് മാത്രമാണോ? പ്രോഫിറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ഗോൾ. ഏർണിംഗ് പ്രോഫിറ്റ് ആണ് ഒബ്ജക്റ്റീവ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. പ്രോഫിറ്റ് മാത്രമാണോ? ബിസിനസ് ഈസ് അബൌട്ട് പ്രോഫിറ്റ് ഓർ ലോസ്. രണ്ടും സംഭവിക്കാം. അൺസർട്ടൈൻ ആണല്ലേ ബിസിനസ്. അപ്പം റിസ്ക് എന്ന് പറയുന്നത് പോസിബിലിറ്റി ഓഫ് ലോസ് ആണ്. ബിസിനസ് റിസ്ക് refers to the possibility of inadequate profit or even losses due to uncertainties or unexpected events. നമുക്ക് അറിയാത്ത അൺസർട്ടൈൻ ആയിട്ടുള്ള ഇവന്റ് കാരണം, അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇവന്റ്സ് കാരണമോ നമുക്ക് കുറവ് പ്രോഫിറ്റോ അല്ലെങ്കിൽ തീരെ പ്രോഫിറ്റിലാണ് ലോസിലോട്ട് പോകുന്ന അവസ്ഥ തന്നെയാണ് നമ്മൾ എന്ത് പറയുക? റിസ്ക് എന്ന് പറയുന്നത്, ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ടൈപ്സ് ഉണ്ട്. പ്യുവർ റിസ്ക് ആൻഡ് സ്പെക്യുലേറ്റീവ് റിസ്ക് എന്ന്. റിസ്കിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്യുവർ റിസ്ക് എന്ന് പറഞ്ഞാൽ, പ്യുവർ റിസ്ക് ഇൻവോൾവ്സ് ഓൺലി ദ പോസിബിലിറ്റി ഓഫ് ലോസ്. ഇവിടെ ലോസിന്റെ പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിന് പ്യുവർ റിസ്ക് എന്ന് പറയുന്നത്. എയ്തർ ലോസ് വരാം അല്ലെങ്കിൽ ലോസ് വരാതിരിക്കാം. അവിടെ പ്രോഫിറ്റിന്റെ ഒരു ഫാക്ടർ ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അതിന് പ്യുവർ റിസ്ക് എന്ന് പറയുന്നത് കേട്ടോ. അവിടെ ഒരു പ്രോഫിറ്റിന്റെ ഒരു ഫാക്ടർ ഇല്ല. അപ്പൊ എന്താണ് എന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഈ ഫയർ, തെഫ്റ്റ് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് കളവ് പോവല്ല, ബിസിനസ്സിന് എന്തെങ്കിലും ആരെങ്കിലും കൊള്ളയടിക്കുക, ഫയർ ആക്സിഡന്റ് വരിക, സ്ട്രൈക്ക് വരിക, എർത്ത് വരിക, ഇതൊക്കെ എന്തിന്റെ റിസ്ക്? പ്യുവർ റിസ്ക് ആണ് അല്ലെ? ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു നഷ്ടം വരും. ഇത് സംഭവിച്ചില്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാവോ? ഇല്ല. ഇത് സംഭവിച്ചില്ലെങ്കിൽ ലോസ് ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഏതൊരു ലോസ് വരാം അല്ലെങ്കിൽ ലോസ് ഇല്ലാത്ത സിറ്റുവേഷൻ. അവിടെ പ്രോഫിറ്റ് എന്നൊരു ഘടകം അവിടെ ഇല്ല. Their occurrence may result in loss, whereas non-occurrence may explain absence of loss instead of gain. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഇനി സ്പെക്യുലേറ്റീവ് റിസ്ക് എന്ന് പറയുമ്പോൾ ഇവിടെ പോസിബിലിറ്റി ഓഫ് ലോസും ഉണ്ട്, ഗെയിനും ഉണ്ട്. അവിടെ ഏതൊരു ലോസ് ആവാം അല്ലെങ്കിൽ പ്രോഫിറ്റ് ആവാം എന്നൊരു സ്പെക്കുലേഷൻ ഉണ്ട് കേട്ടോ. ചേഞ്ച് ഇൻ എന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാ? ചേഞ്ച് ഇൻ മാർക്കറ്റ് കണ്ടീഷൻസ് ഇൻക്ലൂഡിംഗ് ഫ്ലക്ച്വേഷൻസ് ഇൻ ഡിമാൻഡ്, സപ്ലൈ ചെയിൻ,
ചേഞ്ചസ് ഇൻ പ്രൈസസ് ഓർ ചേഞ്ചസ് ഇൻ ഫാഷൻ ടേസ്റ്റ് ഓഫ് കസ്റ്റമർ. ഈ നമ്മളൊരു സാധനം മാർക്കറ്റിലോട്ട് ഇറക്കി ആ സമയത്ത് അത് ഭയങ്കര ട്രെൻഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചാലും കഴിഞ്ഞപ്പോൾ ആ ട്രെൻഡ് അങ്ങോട്ട് പോയി, നമ്മൾ ഇറക്കിയ പൈസ മുഴുവൻ അങ്ങോട്ട് പോയി. അപ്പൊ അവിടെ ലോസ് ആയി അല്ലെ. മീൻവെൽ നമ്മുടെ ഒരു സാധനം മാർക്കറ്റിൽ ഇറങ്ങിയപ്പോൾ അതിന് വലിയ ഡിമാൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇറക്കി കഴിഞ്ഞപ്പോൾ അത് വളരെ ട്രെൻഡായി, അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ആയി. അപ്പം ഇതിന് എയ്തർ പോസിബിലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു എയ്തർ പ്രോഫിറ്റ് അല്ലെങ്കിൽ എയ്തർ ഗെയിൻ എന്നുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിനാണ് നമ്മൾ സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നേച്ചർ ഓഫ് ബിസിനസ് റിസ്ക് ആണ് പഠിക്കാൻ പോകുന്നത്. ആൻഡ് കോസസ് ഓഫ് ബിസിനസ് റിസ്ക്. നേച്ചർ ഓഫ് ബിസിനസ് റിസ്ക് എന്താ? റിസ്ക് അറൈസ് ഡ്യൂ ടു അൺസർട്ടനിറ്റി. നമുക്ക് നിശ്ചയമില്ലാത്തത് കൊണ്ടാണ് റിസ്ക് ഉണ്ടാവുന്നത്. റിസ്ക് ഈസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എവറി ബിസിനസ്. റിസ്ക് ഇല്ലാണ്ട് നമുക്ക് ഒരു നേട്ടവും ഉണ്ടാവില്ല. ബിസിനസ് ആണോ നിങ്ങൾ ചെയ്യുന്നത്, അതിൽ റിസ്ക് പ്രതീക്ഷിച്ചിട്ടാവണം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഡിഗ്രി ഓഫ് റിസ്ക് ഡിപ്പെൻഡ്സ് ഓൺ ബിസിനസ് നേച്ചർ ആൻഡ് സൈസ്. ആ ബിസിനസിന്റെ വലിപ്പവും അതിന്റെ നേച്ചറൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ബിസിനസ് റിസ്കിന്റെ അളവ്. ലൈക്ക് വലിയൊരു കമ്പനിയാണ്, ഒരുപാട് നമ്മൾ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതിൽ വലിയൊരു നഷ്ടം വന്നു കഴിഞ്ഞാൽ ആ നഷ്ടം പറഞ്ഞാൽ അത്രയും വലിയ നഷ്ടമായിരിക്കും അല്ലെ. ചെറിയൊരു കമ്പനിയാണ്, നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തു, അത് ആ ബിസിനസ് പാളിപ്പോയി, അപ്പൊ നമുക്ക് അത്രയും പൈസ നഷ്ടമായി. അപ്പൊ ഇതൊരു ചെറിയ റിസ്ക് ആണ്. അപ്പം ആ ഒരു സൈസ് ആൻഡ് നേച്ചർ അനുസരിച്ചിരിക്കും ബിസിനസ് റിസ്കിന്റെ ഡെപ്ത് എന്നാണ് പറയുന്നത്. പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഫോർ റിസ്ക് ടേക്കിംഗ്. റിസ്ക് എടുത്താലാണ് എന്തുള്ളൂ? പ്രോഫിറ്റ് ഉള്ളൂ. റിസ്ക് എടുത്തവരാണ് ലൈഫിൽ വിജയിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. പ്രോഫിറ്റ് ആണ് നമുക്ക് റിസ്ക് എടുക്കുന്നതിന് കിട്ടുന്ന റിവാർഡ്. ഇനി കോസസ് ഓഫ് റിസ്ക് ആണ് പറയുന്നത്. 4 കോസ് ആണ്. എന്തൊക്കെയാണ് റിസ്കിന്റെ കോസസ് എന്ന് പറയുന്നത്? നാച്ചുറൽ കോസ് ഉണ്ട്, ഹ്യൂമൻ കോസ് ഉണ്ട്, എക്കണോമിക് ഉണ്ട്, അതർ ഉണ്ട്. ഹെഡിങ് പഠിച്ചു വയ്ക്കുക, അപ്പോൾ ഉള്ള കാര്യം നിങ്ങൾക്ക് തനിയെ മനസ്സിലാവും. നാച്ചുറൽ പറഞ്ഞ എന്താ? ഈ നാച്ചുറൽ കലാമിറ്റീസ് ഇല്ലേ, ഈ ഫ്ലഡ്, എർത്ത് ക്വേക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ബിസിനസ് റിസ്ക് വരാം. കാരണം നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനം കൊണ്ട് നടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു വലിയ ഭൂകമ്പം, ഭൂമികുലുക്കൊക്കെ വന്ന് ബിസിനസ് ആകെ പൊളിഞ്ഞു പോയി, നമ്മുടെ ബിൽഡിംഗ് ഒക്കെ നാശമായി, മെഷീനറിയും ഫർണിച്ചറും ഒക്കെ നാശമായെങ്കിൽ അവിടെ ഒരു നാച്ചുറൽ റിസ്ക് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഹ്യൂമൻ റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എംപ്ലോയിനെ അപ്പോയിന്റ് ചെയ്ത് നമ്മൾ നല്ല പോലെ തേച്ച് പിടിച്ചിട്ട് പോയി, ഡിസ്ഹോണസ്റ്റി കാണിച്ചു, നന്ദിയില്ലായ്മ കാണിച്ചു, അപ്പൊ അവിടെ എന്തായി? അവിടെ ഒരു ഹ്യൂമൻ റിസ്ക് ഹാപ്പൻ ചെയ്തു എന്നാണ് പറയുന്നത്. നെഗ്ലിജൻസ്, സ്ട്രൈക്ക്, ഇതൊക്കെ ഇതിൽ പെടുന്ന ഫാക്ടേഴ്സ് ആണ്. ഇനി എക്കണോമിക് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ മാർക്കറ്റിൽ ഡിമാൻഡ് കുറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കോമ്പറ്റീഷൻ വരിക, പ്രൈസിൽ ഫ്ലക്ച്വേഷൻ വരിക, പ്രൈസ് മാറുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്കണോമിക് റിസ്കിൽ വരും. ഇനി അതർ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം അതറിലാണ് വരിക. പൊളിറ്റിക്കൽ ഡിസ്റ്റർബൻസ്, മെക്കാനിക്കൽ ഫെയിലിയേഴ്സ്, നമ്മുടെ മിഷനറി പെട്ടെന്ന് ദിവസം കേടായി, ഇതൊക്കെ എന്തിലെ പെടുക? അതർ റിസ്കിലാണ് പെടുക. ആൻഡ് ദാറ്റ്സ് അബൌട്ട് റിസ്ക്. സെറ്റ് അല്ലേ? ഓക്കെ. ക്ലാസ്സസ് നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുണ്ട് എന്നുള്ളതിന്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റിൽ അറിയിക്കേണ്ടതാണ്. ഓക്കെ, ഞാൻ ഓരോ ടോപ്പിക് കഴിയുമ്പോഴും നിങ്ങൾ റിപ്ലൈ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചാണ് സെറ്റ് അല്ലേ, സിമ്പിൾ അല്ലേ, ഈസി അല്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഡു കമന്റ് ബിലോ. ഈ നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ നമ്മൾ അങ്ങനെ സെറ്റായി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് എത്തിയിരിക്കുകയാണ്. പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ആണെന്നുള്ളത് പറഞ്ഞു, കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ പോയി കണ്ടോ. പാർട്ട് 2 ഇതിന്റെ ലാസ്റ്റ് ടോപ്പിക് ആണ് ഇത്. ബേസിക് ഫാക്ടേഴ്സ് ഫോർ സ്റ്റാർട്ടിങ് എ ബിസിനസ്. ബേസിക് ഫാക്ടേഴ്സ് ഫോർ സ്റ്റാർട്ടിങ് എ ബിസിനസ്. ഒന്ന്, സെലക്ഷൻ ഓഫ് ലൈൻ ഓഫ് ബിസിനസ്. നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് അതിന്റെ ബിസിനസിന്റെ നേച്ചർ, അതിന്റെ സൈസ് ഒക്കെ തീരുമാനിക്കുന്നതിനെയാണ് സെലക്ഷൻ ഓഫ് ലൈൻ ഓഫ് ബിസിനസ് എന്ന് പറയാം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് സ്റ്റാർട്ടിങ് എ ബിസിനസ്. നെക്സ്റ്റ് ഈസ് ദ സൈസ് ഓഫ് ദ ഫേം. എത്ര വലിപ്പമുള്ള ഫേമാണ്, എത്ര വലിയ കമ്പനിയാണ്, എത്ര വലിയ ബിസിനസ് ഫേമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. തേർഡ് ഈസ് ചോയ്സ് ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ്. നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണോ, പാർട്ട്ണർഷിപ്പ് ആണോ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണോ, അങ്ങനെ എന്ത് ടൈപ്പ് ഓഫ് ഓണർഷിപ്പ് ആണ് അതിനുള്ളത് എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ലൊക്കേഷൻ. നെക്സ്റ്റ് ഈസ് ലൊക്കേഷൻ ഓഫ് ബിസിനസ് എന്റർപ്രൈസ്. എവിടെയാണ് നമ്മൾ ആ ബിസിനസ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഫോർത്ത് ബേസിക് ഫാക്ടർ ആണ്. 5 ഈസ് ഫിനാൻസിങ് ദ പ്രൊപ്പോസിഷൻ. ഫിനാൻസ് ചെയ്യുക, നമ്മൾ ഒരുപാട് അസറ്റുകളൊക്കെ വാങ്ങും, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തും അല്ലെ, കറണ്ട് അസറ്റ്, ഫിക്സ്ഡ് അസറ്റ്. അപ്പം ഇതിൽ എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ഫിനാൻസ് ചെയ്യുന്നത്, ഓരോ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. സിക്സ്ത് ഈസ് ദ ഫിസിക്കൽ ഫെസിലിറ്റീസ്.
ഫിസിക്കൽ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഈ പ്ലാൻ, മെഷീനറി, ഫർണിച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം വേണം, എന്തൊക്കെയാണ് ആവശ്യം, അതൊക്കെ ഫിസിക്കൽ, അതിനൊക്കെയാണ് ഫിസിക്കൽ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. പ്ലാൻ ലേ ഔട്ട് എന്ന് പറയുമ്പോൾ ഈ ഫിസിക്കൽ ഫെസിലിറ്റീസ്, ഈ വാങ്ങിയിട്ടുള്ള മെഷീനറി, ഫർണിച്ചറിനെയൊക്കെ നമ്മൾ ഫിസിക്കലി എവിടെയാണ് ലേ ഔട്ട് ചെയ്യുന്നത്, എവിടെയാണ് അതിനെ പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്ലാൻ ലേ ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 8 കോമ്പീറ്റന്റ് ആൻഡ് കമ്മിറ്റഡ് വർക്ക് ഫോഴ്സ്. നമുക്ക് ബിസിനസ്സിൽ പലതരം സ്കിൽഡ് ആയിട്ടുള്ളതും സെമി സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ആവശ്യമാണ് അല്ലെ, വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആവശ്യമാണ്. അവരെയാണ് കോമ്പീറ്റന്റ് ആൻഡ് കമ്മിറ്റഡ് വർക്ക് ഫോഴ്സ്, അവരെ ഫിക്സ് ചെയ്യുന്നതാണ് 8th പോയിന്റ് ആയിട്ട് പറയുന്നത്. 9th ഈസ് ടാക്സ് പ്ലാനിങ്. ടാക്സ് പ്ലാനിങ് ആണ്, ടാക്സ് ഇവാഡിങ് അല്ല. ടാക്സ് പ്ലാൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടാക്സ് ലയബിലിറ്റി എന്നുള്ള ഒരു ബിസിനസ്സിൽ കഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പൊ 9th സ്റ്റെപ്പ് ഈസ് ടാക്സ് പ്ലാനിങ്. 10th ഈസ് ലോഞ്ചിങ് ദ എന്റർപ്രൈസ്. ഇത്രയും ഫാക്ടേഴ്സ് കഴിഞ്ഞ് 10th നമ്മൾ ആ ബിസിനസ് എന്റർപ്രൈസ് ലോഞ്ച് ചെയ്യുകയാണ്. അപ്പം ഇത്രയും ചെയ്താൽ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ സെറ്റ് ആയിട്ട് തീർത്തിരിക്കുകയാണ്. എല്ലാവരും ത്രൂ ഔട്ട് വീഡിയോ ഫുള്ള് കണ്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പാർട്ടായിട്ട് ഉടനെ, നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.